വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡിലാണ് ഈ രോഗിയുടെ വീടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതുപോലെ പ്രോട്ടോകോൾ അനുസരിച്ച് 3 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടാകും. ഇത് സംബന്ധിച്ചിട്ടുള്ള ഓർഡർ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ ഇറക്കുന്നതാണ്. അതിൽ മാറാക്കര പഞ്ചായത്തും അതോടൊപ്പം തന്നെ എടയൂർ പഞ്ചായത്തും അതിൽ ഉൾപ്പെടുന്നുണ്ട്. 3 ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഈ മേഖല വരുന്നുണ്ട്. അത് മാറാക്കര, എടയൂർ, അതോടൊപ്പം തന്നെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം. ഈ 3 ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പ്രസ്തുത സ്ഥലം. അപ്പോൾ നിപ്പ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഒരു കോണ്ടാക്ട് ട്രേസിംഗ് പ്രാഥമിക തലത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള 7 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. 7 പേരുടെയും 3 സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. അപ്പോൾ ആദ്യഘട്ട പരിശോധനയിൽ അത് നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. 21 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21 സാമ്പിളും നെഗറ്റീവാണ്. പക്ഷേ നമ്മൾ നിപ്പ രോഗത്തിൻ്റെ ഒരു പകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത് പോലെ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് 21 ദിവസമാണ്. വളരെ സിംറ്റമാറ്റിക് ആയിട്ട് രോഗി ഉണ്ടായിരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു സിംറ്റംസ്, ലക്ഷണങ്ങളുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 21 ദിവസമാണ് ഇൻക്യുബേഷൻ. നിലവിൽ കോണ്ടാക്ട്സിൽ ഉള്ളവരെ എല്ലാവരും തന്നെ അതിൽ ഹൈ റിസ്ക്, ലോ റിസ്ക് എന്ന് വേർതിരിച്ചുകൊണ്ട് അവർക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഐസൊലേഷൻ പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ 7 പേരും അത് പ്രാഥമികമായ പരിശോധന, കാരണം ഇത് സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ ഒരു പേടി സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഒരു തരത്തിലുള്ള പേടിയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പരിശോധന നടത്തുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു പരിശോധനയിൽ, ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ അസ്വാഭാവികമായിട്ടുള്ള മറ്റു മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു സൂക്ഷ്മതലത്തിലുള്ള വിവരശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന, പുറത്തേക്ക് അങ്ങനെ പോകാത്ത ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ കല്യാണം, മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഒരിടത്തും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തുന്നത്. അപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലോ സമീപ പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടി നമ്മളൊരു ഫീവർ സർവെയിലൻസും, നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഫീവർ സർവെയിലൻസ് കൂടി ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും ഫീവർ സർവെയിലൻസ് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ എല്ലാവരും ദയവായിട്ട് ഒഴിവാക്കണം. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ രോഗാവസ്ഥയിലുള്ളവരെ കാണുന്നതിന് വേണ്ടി ദയവായിട്ട് ആശുപത്രികൾ ഈ സമയത്ത് സന്ദർശിക്കരുത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കൃത്യമായി പൂർണ്ണമായിട്ടും പാലിക്കണം. വാസ്തവത്തിൽ അത് സംസ്ഥാനം മുഴുവൻ എവിടെയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ്, ഏത് ഘട്ടത്തിലും പ്രധാനപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ സ്ട്രിക്റ്റായിട്ട്, വളരെ സ്ട്രിക്റ്റായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ 2 ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് 0483, ആദ്യത്തെ നമ്പർ 2736 320, 2736 376. ഈ 2 ഹെൽപ്പ് ലൈനുകളുമാണ്
ആരംഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ നൽകപ്പെടുന്ന മരുന്നുകൾ റെംഡെസിവിർ ഉൾപ്പെടെയുള്ളവ അതിൻ്റെ ഉൾപ്പെടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. KMCLന്റെ ചുമതലപ്പെട്ടവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കോബ്രാഗഡെ IAS അദ്ദേഹം ഉണ്ട്. അതുപോലെ SMD ഡോക്ടർ വിനയ് ഗോയൽ IAS ഉണ്ട്. DHS ഡോക്ടർ റീന, അഡീഷണൽ DHS ഡോക്ടർ റീത, ജില്ലാ കളക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, DMO, ബാക്കി ഇവിടെ നിന്നുള്ള എല്ലാവരും ഓൺലൈനായിട്ട് സ്റ്റേറ്റ് ഓഫീസേഴ്സും പങ്കെടുത്തിരുന്നു. ഇത് കൂടാതെ സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ സർവൈലൻസും ഒക്കെ മേഖലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഇവിടെ നടത്തുന്നു. ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. 25 കമ്മിറ്റികളാണ് നമ്മൾ പ്രോട്ടോകോൾ പ്രകാരം. ആ കമ്മിറ്റികളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ഇറക്കും. പക്ഷെ അതിനു മുൻപ് തന്നെ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ടീം ലീഡേഴ്സ് അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സർവൈലൻസ് ടീം അവിടെ പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശം അവരൊന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് അവർ കൊണ്ടുവന്ന ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവലോകന യോഗം ചേർന്നിട്ടുള്ളത്. അതെ, അപ്പോൾ നമ്മുടെ ജില്ലാ മേള നടക്കുന്നുണ്ട്. ഇവിടെ ജില്ലാ മേളയിൽ സർക്കാരിൻ്റെ 4ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേളയിൽ വളരെ സ്ട്രിക്റ്റായി എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായി നടപ്പിലാക്കേണ്ടതാണ്. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അതോടൊപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ജില്ലയിലാകെ അതാണ് ഏറ്റവും അഭികാമ്യം. ഈ മേളയിൽ പ്രത്യേകിച്ച് മാസ്ക് ഇല്ലാതെ ഒരാളും അകത്തേക്ക് കടക്കുന്നില്ല എന്നുള്ളത് പോലീസ് ഉറപ്പാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലും അത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. അതുകൂടാതെ നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി നടക്കാനുള്ള ചില യോഗങ്ങളുണ്ടല്ലോ, അത് സംബന്ധിച്ചിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ആ തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കേസ് സാമ്പിൾ പരിശോധിച്ച് അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിച്ചു. രോഗപകർച്ച ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി പരമാവധി സർവൈലൻസ്, അതോടൊപ്പം കോണ്ടാക്ട് ട്രേസിംഗ് ഇതെല്ലാം നടത്തിയാണ് രോഗപകർച്ചയില്ല എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്പർ അവസാനം 76 പറഞ്ഞതിൽ 26 കേട്ടോ. 27363226 രണ്ടാമത് പറഞ്ഞ നമ്പർ. വലിയ ലക്ഷണങ്ങളില്ല, എന്നാൽ ചെറുതായിട്ട് പനി, അത് ഒരു ആശങ്കയുടെ കൂടി ഉള്ള സാഹചര്യത്തിലായിരിക്കാം. ചെറിയൊരു പനി പറയുന്നുണ്ട്. പക്ഷെ പനിയുള്ളവരുടെ സാമ്പിളാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. 2 പേർക്ക് പനി പറഞ്ഞിരുന്നു, അവരുടെ സാമ്പിളാണ് പരിശോധിച്ചത്. ആദ്യ പരിശോധനയിൽ അത് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇനിയും പരിശോധിക്കും. അതെ അതെ, ലക്ഷണങ്ങളുള്ളവർ, അതെ അതെ. അതായത് നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവ്, റേഡിയസ് 3 കിലോമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് അതാണ് കണ്ടെയ്ൻമെന്റ് സോണായിട്ടുള്ളത്. പൂർണ്ണമായിട്ടല്ല, വാർഡുകൾ എത്രയെന്ന് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഏതൊക്കെ വാർഡുകൾ എന്നുള്ളത് അതിൽ കണ്ടെത്തി, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം കൂടെ വരും, ഇപ്പുറത്തെ ഭാഗം കൂടെ വരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് കൃത്യമായി ഏതൊക്കെ പ്രദേശം ഏത് വാർഡെന്നുള്ളത് ജില്ലാ കളക്ടറുടെ ഉത്തരവിലുണ്ടാകും. ഇല്ല ഇല്ല, ഒരു വീട്ടില് തന്നെ ഉള്ള ഒരു അമ്മയാണ്. ഒരു സെക്കൻഡ്, എന്തോ അതിനു വേണ്ടിയിട്ടാണ് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. നമുക്കിപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് ഇതാണ് എന്നുള്ളത് ഈ ആദ്യ ദിവസം നമുക്ക് പറയുന്ന രീതിയിലേക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില സംശയങ്ങളുണ്ട്.
അത് അടുത്തൊരു ദിവസത്തെ 2-3 പരിശോധനകളിലൂടെ തന്നെ, ഇനി വരുന്ന ദിവസങ്ങളിലെ പരിശോധനകളിലൂടെ നമുക്ക് പറയാനായിട്ട് കഴിയുമായിരിക്കും. അടുത്ത വീട്ടിലെയാണ്. പക്ഷെ അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പിൾ എടുത്ത് അവർ ഭോപ്പാൽ ലാബിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടുന്ന് ആ പൂച്ചയുടെ ബോഡി അവിടെ നിന്ന് എടുക്കും. അത് പറഞ്ഞില്ല. അതെ, ഇപ്പോഴും അവിടെയാണ് ഉള്ളത്. അവിടുന്നാണ്, അതായത് എൻകഫലൈറ്റിസ് ഉണ്ടായി, പിന്നെ അങ്ങനെ ചില MRI-യുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു നിപ്പ സസ്പെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്കായിട്ട് അവർ നൽകിയത്. ആ സാമ്പിളിൻ്റെ പരിശോധനയിലാണ് അതിൽ പോസിറ്റിവിറ്റി കണ്ടെത്തിയത്. 25-ാം തീയതിയാണ്. പനിയായിട്ട് ഒരു ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന അവിടെയാണ്, ഡോക്ടറുടെ ക്ലിനിക്കിലാണ് പോയിട്ടുള്ളത്. വളാഞ്ചേരി 2-ാം തീയതി. ഒന്നാണോ? ഇൻക്യുബേറ്റ് ചെയ്തതാണ് 2-ാം തീയതി. 1-ാം തീയതിയാണ് വളാഞ്ചേരിയിൽ എത്തിയിട്ടുള്ളത്. ഇൻക്യുബേറ്റ് ചെയ്തത് 2-ാം തീയതിയാണ്. 2-ാം തീയതി, 1-ാം തീയതി വൈകുന്നേരമാണ് അല്ലേ? 1-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ സിംറ്റം ഉണ്ടായിരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അന്ന് ആ ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു, ആദ്യം കണ്ട ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ സിംറ്റമാറ്റിക് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതിനു മുൻപ് പനി ഉണ്ടായിരുന്നു. 1-ാം തീയതിയാണ് അവിടെ പോയത്, 2-ാം തീയതി ഇൻക്യുബേറ്റ് ചെയ്തത്. അല്ല, ശരിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേണ്ട, നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. പ്രോട്ടോകോൾ പ്രകാരം എവിടെയാണോ അവിടെ എന്നുള്ളതാണ്. പക്ഷേ കുടുംബത്തിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമുക്കത് ക്രമീകരിക്കാവുന്നതാണ്. എല്ലാം ലഭ്യമാണ്. മോണോക്ലോണൽ ആന്റിബോഡി നമുക്കുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി മെഡിക്കൽ ബോർഡ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് ഉണ്ടായാൽ വൈകിട്ട് തന്നെ, രാത്രി തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. രാവിലെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാലും രാത്രി തന്നെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യും. സാമ്പിള് ഇന്നലെ അത് റിസൾട്ട് വന്നിരുന്നു. പ്രാഥമികമായ പരിശോധനയായിട്ട് ഇന്നലെ പ്രാഥമിക പരിശോധനയുടെ വന്നു, കൺഫേം ചെയ്തു. ഇന്ന് കൺഫേം ചെയ്തു. നമ്മുടെ പരിശോധന ഇന്നലെ തന്നെ നടന്നിരുന്നു. അതെ, ഇവിടെയും നമുക്ക് പരിശോധിക്കും. മഞ്ചേരിയിൽ ഇല്ല, മക്കള് നിലവിൽ അവർ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ സ്ഥിതി പരിശോധിച്ചുകൊണ്ട് അവർക്കിപ്പോൾ അവരുടെ സാമ്പിൾസ് പരിശോധിച്ചിരുന്നു. അത് നെഗറ്റീവാണ്. ബാക്കി നോക്കാം. സിംറ്റമാറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഐസൊലേഷൻ വേണം. 21 ദിവസം കോണ്ടാക്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും 21 ദിവസം ഐസൊലേറ്റഡ് ആയിരിക്കും. അല്ല, 7 പേരിൽ മക്കൾ 2 പേര്, അമ്മ, ഹസ്ബൻഡ്, അത് പിന്നെ വാഹനം ഓടിച്ച ഒരു വ്യക്തി, പിന്നെ ഡോക്ടർ, അങ്ങനെ ഇത്രയും പേര്, നഴ്സ് ഉണ്ട്. ഇത്രയും പേരാണ് അതിൽ ഈ പറഞ്ഞ ഹൈ റിസ്കിലുള്ളത്. ക്ലോസ് കോണ്ടാക്ട് എല്ലാവരുടെയും പരിശോധിച്ചു. ഡോക്ടറിനെ ഉൾപ്പെടെ സാമ്പിൾസ് എടുത്തു. ആദ്യം നെഗറ്റീവ് തന്നെ. തീർച്ചയായിട്ടും നടത്തുന്നത്. അത് നമ്മൾ മാത്രമല്ല, ICMR-ഉമായിട്ട് ചേർന്നാണ് നടത്തുന്നത്. അതുകൂടാതെ നമ്മളിതിൻ്റെ ഒരു സെൻറ്റർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മലബാർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിപ്പ വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ തുടർ പ്രവർത്തനങ്ങൾ നടന്നു. റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ നടന്നു. അതായത് കോണ്ടാക്റ്റിലുള്ളവർ മാത്രമാണ്. അതിപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ നടക്കുമ്പോൾ തന്നെ കോണ്ടാക്ട് ട്രേസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ പൊതുവിൽ
അവിടെ ഒരു നിയന്ത്രണമില്ല. മാസ്ക് ധരിക്കണം, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാകണം എന്നുള്ളത് വളരെ കർശനമായിട്ട് ജില്ല മുഴുവൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ട പരിശോധനയിലില്ല, പക്ഷെ അവിടെ ഈ ഫലവൃക്ഷങ്ങൾ ധാരാളമായിട്ടുണ്ട്. മാമ്പഴം, മാങ്ങ ഉണ്ട്, അതുപോലെ ചക്ക. അപ്പോൾ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രസൻസ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. 24 മണിക്കൂറും അവിടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രൂനാറ്റ് പരിശോധനയ്ക്കൊക്കെ ഉൾപ്പെടെ നമുക്ക് അതിനുവേണ്ടി പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണോ ആവശ്യമായിട്ട്, കാരണം ഇത്തവണ സാധാരണ നമ്മളൊരു എൻകഫലൈറ്റിസ് ഒക്കെ വന്നാൽ 1-2 സാമ്പിളൊക്കെ ആണല്ലോ ഓരോ ദിവസം, അങ്ങനെയാണല്ലോ പരിശോധിക്കുക. പക്ഷെ ഇപ്പോൾ കോൺടാക്ട് ട്രേസിംഗ് വരുന്ന കുറേയേറെ ആളുകളെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി അവിടെ ഒരുക്കുന്നുണ്ട്. അധികമായിട്ട് HR വേണ്ടി വരും. ഇപ്പോൾ DHSന്റെ ഭാഗത്തു നിന്നുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുക. അവിടെയുള്ളവരെ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ പാലക്കാട് ബഹുമാനപ്പെട്ട CMന്റെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നത്. നമുക്ക് നോക്കാം പിന്നെന്താ. തീർച്ചയായിട്ടും എല്ലാം പ്രോട്ടോകോൾ പ്രകാരം ഉണ്ടാകും. 25 കമ്മിറ്റികൾ ഉണ്ടാകും, കൺട്രോൾ റൂം ഉണ്ടാകും, കൺട്രോൾ ഹെൽപ്പ് ലൈൻ ആണ് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് മാപ്പൊക്കെ നാളെ പ്രാഥമികമായിട്ട് നമുക്ക് പ്രസിദ്ധീകരിക്കാം. നാളെ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രസിദ്ധീകരിക്കാൻ പറ്റും. അത് നമുക്ക് സ്ഥിരീകരിക്കാം. പിന്നെന്താ, അത് ശരിയായ വിവരങ്ങൾ തന്നെ കൊടുക്കുന്നു. നമ്മളത് ഇപ്പൊ സ്ഥിരീകരിച്ചല്ലോ. അവര് സ്ഥിരീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും DMO പറയാത്തത് അല്ലേ? കിട്ടിയില്ല. DMO അല്ലേ, ശരിക്കും DMOയ്ക്ക് റിസൾട്ട് വരത്തില്ല. സ്റ്റേറ്റ് ഓഫീസേഴ്സിനാണ് വരിക. സ്റ്റേറ്റ് ഓഫീസേഴ്സിന് വന്നതിന് ശേഷം ജില്ലയിലേക്ക് ACS അതുപോലെ ഞങ്ങൾ ജില്ലാ കളക്ടറെ അറിയിക്കും. അതിനുശേഷം അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കാം. അങ്ങനൊരു ഡിലേ വരത്തില്ല, അത് ഉറപ്പാക്കാം. ഒറ്റയ്ക്ക് അറിയിപ്പ് കിട്ടി. ഇപ്പോൾ കിട്ടിയല്ലോ, 3 ദിവസം മുൻപ് കിട്ടി. ഇന്ന് ഞാൻ പാലക്കാട് നിന്നുള്ള യാത്രയ്ക്ക് ശേഷം വന്ന് കൊച്ചിയിൽ നിന്ന് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഹോപ്കിൻസും ഇന്ത്യ കോൺഫറൻസ് ആണത്. ഇന്ത്യയിൽ നിന്ന് മറ്റു പലർക്കും കിട്ടി, അനുവാദം കിട്ടി, എനിക്ക് കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് എനിക്കൊന്ന് രാജ്യത്തു നിന്ന് മിനിസ്റ്റർ തലത്തിൽ ഞാനാണ് ഉണ്ടായിരുന്നത്, കിട്ടിയില്ല. അത് 3 ദിവസം മുൻപ് തന്നെ കിട്ടിയിരുന്നു. ഡിനൈഡ് എന്നുള്ള കത്ത് കിട്ടിയിരുന്നു. അതതിൽ പറഞ്ഞിട്ടില്ല ഡിനൈഡ് ആയത് എന്തുകൊണ്ടാണെന്ന്. ഇതിനു മുൻപ് മറ്റൊരു സംസ്ഥാനത്തെ IT മന്ത്രിക്ക് ഹാർഡ്വാർഡിൽ നിഷേധിച്ചതായിട്ട് കണ്ടു. അതും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ രാജ്യ മിനിസ്റ്റർക്ക് ഒരിടത്ത് പോകാനുള്ള സന്ദർശനം അത് നിഷേധിച്ചിരുന്നു. അതെ, അപ്പോൾ അത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് അവരിതിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ, അവരതിൻ്റെ ഭാഗമായിട്ട് വരും. എല്ലാ തവണയും വരുന്നുണ്ട്. അവരൊക്കെ ഇതുവരെ അറിയിപ്പൊന്നും കേട്ടിട്ടില്ല. നാഷണൽ ലെവൽ കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ അവരെ പങ്ക്, ബിക്കോസ് കേരള വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ല, അതെ, 21 സാമ്പിൾ നമ്മൾ പരിശോധിച്ച റിസൾട്ടാണ്. ഇനി വരുന്ന അനുസരിച്ച് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ആണ്. 5 മണിക്കൂർ PCR നമ്മൾ 5 മണിക്കൂർ 4-5 hours ആണ് എടുക്കുക. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മാത്രമല്ല, ICMR-യുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ പഠനം നടത്തുന്നത്. പിന്നെ നമ്മളൊരു വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ എൻകഫലൈറ്റിസ് ഉണ്ടായപ്പോൾ ഇതൊരു നിപ്പയാണെന്ന് സസ്പെക്ട് ചെയ്ത് വിട്ടത് തന്നെ ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് അത് വിടാൻ തോന്നിയത്. അവിടെ ഡോക്ടർ നന്നായിട്ട് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട്.
ചില ഭാഗങ്ങളിലല്ല, എല്ലാം. അതായത് ഈ നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല, ഈ വെസ്റ്റേൺ കട്ട്സുമായിട്ട് ചേർന്നുകൊണ്ട് മറ്റിടങ്ങളിലൊക്കെ തന്നെ, അതെ, നോർത്ത് ഈസ്റ്റിലും ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മളിത് ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത്. രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ഇടങ്ങൾ ഉണ്ടാകാം. നമ്മൾ ഈ രോഗം നമ്മുടെ പ്രോട്ടോക്കോളിന്റെയും അവയർനെസിന്റെ ഒക്കെ ഭാഗമായിട്ട് കേരളത്തിൽ രോഗം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. അത് നമ്മൾ കണ്ടുപിടിക്കുകയും പരമാവധി ചികിത്സ നൽകി രോഗിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. ശരി.